പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, എല്ലാവർക്കും വീണ്ടും ലൈവ് പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ശനിയാഴ്ചയിലേക്ക് നീണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് ലൈവ്. അത് രാത്രിയിൽ നടത്തുന്നത് കൊണ്ട് ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം ഈ സന്ദർഭങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ വളരെ സജീവമാണല്ലോ. എന്തായാലും ഇന്ന് നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുൻപായി എല്ലാവരും കാത്തിരുന്ന ലോക ഫുട്ബോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ലോക ഫുട്ബോൾ കഴിഞ്ഞ 10-40 വർഷക്കാലമായി ടെലിവിഷനിലൂടെ കാണാൻ തുടങ്ങിയതോടുകൂടി മലയാളികൾ ലോക ഫുട്ബോളിൽ അങ്ങേയറ്റം സജീവമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, 86-ൽ CPM-ലെ പിളർപ്പുണ്ടായ സമയത്ത് ലോക ഫുട്ബോൾ കാലമാണ്. ആദ്യമായിട്ടാണ് ഓണിഡ TVയെ പോലുള്ള TVകൾ ലോക ഫുട്ബോളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാർക്കറ്റിലിറങ്ങിയത്. അന്നാണ് നാം നേരിട്ട് കളികൾ കണ്ടത്. അതിനു മുൻപുള്ള കളികളൊക്കെ റെക്കോർഡ് ചെയ്ത കളികളാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ അർജന്റീനയായും ബ്രസീലായും പോർച്ചുഗലായും പല പല രാജ്യങ്ങളായി ഇന്ന് ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ കാലാകാലമായി ബ്രസീലിന്റെ ഒരു ആരാധകനാണ്. എന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ അല്ല, ബ്രസീലിയൻ ഫുട്ബോളിന്റെ. ബ്രസീലിന് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ബ്രസീലുമായിട്ടുണ്ട്. നമ്മുടെ കപ്പ പോലും വന്നത് ബ്രസീലിൽ നിന്നാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ബ്രസീലിയൻ കാലാവസ്ഥയും കേരളത്തിന്റെ കാലാവസ്ഥയും ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. പക്ഷെ ഞാൻ ബ്രസീലിൽ പോയിട്ടില്ല. എത്രയോ ആളുകൾ ബ്രസീലിൽ പോയിട്ടുണ്ടെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊന്നല്ല ബ്രസീലോ അർജന്റീനയോ ഒന്നും തന്നെ. ദക്ഷിണ അമേരിക്കയിലേക്ക് മലയാളികളുടെ കുടിയേറ്റം നടക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഭാവിയിൽ നടക്കില്ല എന്ന് പറയാനും സാധ്യമല്ല. എന്തായാലും ശരി, നമുക്ക് ഫുട്ബോൾ കാത്തിരിക്കാം. ആരാണ് ജയിക്കുക എന്നൊന്നും പറയാറായിട്ടില്ല. ആദ്യത്തെ കളി കഴിഞ്ഞു. ഞാൻ പ്രതിനിധീകരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലം ലോക ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുടെ തന്നെ ഒരു വലിയ കേന്ദ്രമാണ്. ഏതാണ്ട് 20 വർഷം മുൻപ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ DFIയുടെ പ്രസിഡന്റായിരുന്നു ഞാൻ. അന്ന് ഈ തീരപ്രദേശത്തെ ക്ലബ്ബുകളാണ് എന്നെ സ്പോൺസർ ചെയ്തതും, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. പിന്നീട് വീണ്ടും ഞാൻ തീരപ്രദേശത്തിന്റെ പ്രതിനിധിയായി വരുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകളിലും അവരുടെ ഈ പറയുന്നത് പോലെയുള്ള കടലാക്രമണത്തിലും പട്ടിണിയിലും ഭവനമില്ലായ്മയിലും ഒന്നും അവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരിപ്പോൾ ഫുട്ബോളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഫുട്ബോൾ തുടങ്ങുന്ന ദിവസം തന്നെ വള്ളക്കടവ് ഒരു കേന്ദ്രത്തിൽ എൻ്റെ സ്നേഹിതന്മാർ അവിടെ ഒരു ലൈവ് പരിപാടിയുടെ ഉദ്ഘാടനം എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുട്ബോൾ മാമാങ്കങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വളരെ സന്തോഷകരമായ ഒരു ലോക ഫുട്ബോൾ കാലം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ഫുട്ബോൾ ചെറിയ ചെറിയ മത്സരങ്ങൾ നടന്ന് എന്ന് വെച്ചാൽ പ്രീ ക്വാർട്ടർ നടന്ന് ക്വാർട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് പിന്നീട് പരിശോധിക്കാം. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ചുമതലയുള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 15-ാം തീയതി എല്ലാവരും കണ്ണു നട്ടിരിക്കുകയാണ് നമ്മുടെ സൗജന്യം എന്താകുമെന്ന് നോക്കാൻ. ആ സൗജന്യ ടിക്കറ്റ് എല്ലാം തയ്യാറായി. ഇനി ടിക്കറ്റ് എടുക്കുമ്പോൾ സ്ത്രീകൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ അവർക്ക് അവർ പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു ടിക്കറ്റ് കൊടുക്കും. പക്ഷെ പൈസ കൊടുക്കണ്ട. അതിനെ സാങ്കേതികമായി 0 ടിക്കറ്റ് എന്നാണ് വിളിക്കുക. അതിൽ കേവലമായ ഓർഡിനറി ബസ്സുകളുടെ ഒപ്പം തന്നെ
വിവിധ തരം ഓർഡിനറി ബസ്സുകൾ, ഇപ്പോൾ ടി ടൗൺ ടു ടൗൺ, അതുപോലെ തന്നെ ഗ്രാമവണ്ടി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി തുടങ്ങിയിട്ടുള്ള ബസ്സുകളിലൊക്കെ ഈ സൗജന്യം ലഭ്യമാണ് എന്ന് ഇതിനകം പത്രങ്ങളിലെല്ലാം വളരെ വിശദമായി വന്നതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 15-ാം തീയതി കാലത്ത് കൃത്യം 8:30 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഒരു ബസ്സിൽ കയറും, അല്ലെങ്കിൽ ആ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യും. അതൊരു യാത്രാ ബസ്സാണ്. ആ ബസ്സിൽ ഞങ്ങളെല്ലാം കയറി, സ്ത്രീകളും സാധാരണ യാത്രക്കാരും അതിലുണ്ടാകും. ആ ബസ് നേരെ പോകുന്നത് പാളയം ഭാഗത്തേക്കാണ്. അവിടെ സെക്രട്ടേറിയറ്റിനടുത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയും ഞങ്ങളുമെല്ലാം ആ സ്റ്റോപ്പിൽ സാധാരണ യാത്രക്കാരെ പോലെ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു, വിമർശനങ്ങളുണ്ടായി. നല്ല കാര്യം. എന്തായാലും വേണ്ടില്ല, പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതം വളരെ കാലത്തിന് ശേഷം നമ്മുടെ മേശപ്പുറത്തേക്ക്, രാഷ്ട്രീയ കേരളത്തിൻ്റെ മേശപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ KSRTCയുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഉപന്യസിക്കുന്നില്ല. 1937 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് ലണ്ടനിൽ പോയപ്പോൾ ലണ്ടൻ ബസ് കണ്ടത്. എങ്കിൽ ട്രാവൻകൂറിലും കൊണ്ടുവരണമെന്നുള്ള ധാരണയിൽ അവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്ത ബസ്സുകളാണ് ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ ഇവിടെ ഓടിച്ചത്. അത് കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ട ഡ്രൈവർമാരെ, എക്സ്പേർട്ടുകളെയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു അത്രേ. സാൾട്ടൺ എന്ന് പറയുന്ന ഒരു സായിപ്പ്, ആ സായിപ്പാണ് ആദ്യമായി KSRTCയുടെ ബസ് ഓടിച്ചത്. ഇപ്പോൾ നമ്മുടെ സൗജന്യ ബസ് ഓടിക്കുന്നതും ടിക്കറ്റ് കൊടുക്കുന്നതുമൊക്കെ വനിതകളാകും എന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ ഏതാണ്ട് 90 വർഷത്തെ ചരിത്രമുള്ള ഒരു ബസ് കമ്പനിയാണ് KSRTC ആയി പിന്നീട് മാറിയത്. ആദ്യം അത് ഡിപ്പാർട്ട്മെൻ്റായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് കോർപ്പറേഷനല്ല. അപ്പോൾ 1965 ഇന്ത്യയിലെമ്പാടും RTCകൾ, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഉണ്ടായപ്പോഴാണ് പൂർണ്ണ അർത്ഥത്തിൽ KSRTC എന്ന പേരിൽ ഒരു കോർപ്പറേഷൻ ഉണ്ടായത്. ഇന്ന് കോർപ്പറേഷൻ്റെ സാമ്പത്തിക സ്ഥിതിയൊന്നും അത്ര നല്ലതല്ല. കാര്യമായ പഠനങ്ങൾ ഞാനും സമയമെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകരൊക്കെ ചെറിയ അസ്വസ്ഥത പറയുന്നുണ്ട്. പാർട്ടി കാര്യങ്ങളിലേക്കൊന്നും കാണുന്നില്ല, കണ്ണൂർ പോലും വന്നില്ല, കാസർഗോഡ് വന്നില്ല, തൃശ്ശൂർ പോയില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഞാൻ അവഗണിച്ചുകൊണ്ട് എന്ന് പറയാം. ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ ആരും പേരും പരിശോധിച്ച് പഠിച്ച് എന്താണ് KSRTCയുടെ ആസ്തിയും ബാധ്യതയും എന്നെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 3200 കോടി രൂപയുടെ കടമുണ്ട്. അത് 10.1% എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഏതാണ്ട് 2700 കുറഞ്ഞിട്ടുണ്ടെങ്കിലും പലിശ നിരക്ക് കുറഞ്ഞിട്ടില്ല. 20 വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത്. 2018 എടുത്തതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ദീർഘകാല വായ്പകൾ എടുക്കാനും പലിശ നിരക്ക് കുറച്ചെടുക്കാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ പരിപാടിയിലേക്ക് ആളുകൾ ധാരാളം വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരോടും സ്നേഹിതന്മാരോടും ഒക്കെ പറയാനുള്ളത്, എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. ഈ ജൂൺ മാസം അവസാനം വരെ ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്ന് തല പൊഴുത്തി വെച്ച് ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ പരിഭവിക്കരുത്. ഒപ്പം തന്നെ സന്ദർശകരോടും പറയാനുള്ളത്, കാലത്ത് 10 മണി മുതൽ 1 മണി വരെ എന്നെ മാത്രമല്ല ഒരു മന്ത്രിമാരെയും അവരുടെ ഓഫീസിൽ ചെന്ന് കണ്ട് അവരുടെ വർക്കിംഗ് ടൈം ബുദ്ധിമുട്ടിലാക്കരുത്. കാലത്ത് 7 മണിക്ക് എൻ്റെ വീട്ടിൽ ആളുകൾ വരുന്നു, നല്ല കാര്യം. ഒരു ചായ കുടിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതൊരു 9 മണി വരെ തുടരും. പിന്നീട് 1 മണി കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് ഭക്ഷണത്തിന് ശേഷം സന്ദർശകരെ കാണാം. രാത്രിയിലും ആളുകൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ച അപ്പോയിൻമെൻറ്റിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് പരിചയമില്ലാത്തൊരു ജീവിതമാണെന്നറിയാമല്ലോ. പ്ലാനിംഗ് ബോർഡിലെ എൻ്റെ പരിചയങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും തുണയായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ. എന്തായാലും എൻ്റെ സെക്രട്ടറിയായിട്ട് അനുപമ IAS ചാർജ് എടുത്തിട്ടുണ്ട്. അനുപമ IASും പ്രമോജ് എന്ന KSRTCയുടെ പഴയ MDയും എല്ലാം ചേർന്നുള്ള ഒരു ടീമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. MBDയിലാണെങ്കിൽ
അവിടെ IPS ഓഫീസർമാരാണ് ഉള്ളത്. അതിൽ IPS ഓഫീസറായിട്ടുള്ള നാഗരാജ ചകിലം എന്ന IPS ഓഫീസറാണ് എന്നെ അവിടെ നയിക്കാൻ. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മീഷണർ. അതേപോലെ തന്നെ DGP ആയിട്ടുള്ള ഗുപ്തയാണ് നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മെമ്പറായിട്ട് ചെയർമാൻ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വകുപ്പാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. എന്തായാലും 2 വാക്കുകളിൽ ഞാൻ ഒതുക്കുകയാണ്. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കും, വികേന്ദ്രീകരിക്കും. KSRTCയുടെ ഗ്രാമവണ്ടികൾ ഇപ്പം 58 എണ്ണമേ ഉള്ളൂ. MP ഗോവിന്ദൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആന്റണി രാജു മന്ത്രിയുമായിരിക്കുമ്പോഴാണ് അത് തുടങ്ങിയത് എന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷക്കുറവുമില്ല. അതൊരു 500 വണ്ടിയായിട്ട് കൂട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാമവണ്ടിയിലും നമുക്ക് സൗജന്യമുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ഈ ഗ്രാമവണ്ടിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമായി എഴുതി പ്ലാനിൽ നിന്നും പണമെടുക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു, വണ്ടികൾ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അതിനുവേണ്ട മൊഡാലിറ്റീസ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടികളെല്ലാം മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പഴയ ഡീസൽ വണ്ടികളുടെ എഞ്ചിൻ എടുത്ത് കളഞ്ഞിട്ട് അതിൽ ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടോറും പിടിപ്പിക്കുന്ന ഒരു പണിയാണ്. അത് വെച്ച് ചെയ്താൽ നമ്മുടെ പഴഞ്ചനായിട്ടുള്ള വണ്ടികളെ വീണ്ടും നമുക്കൊരു 10 വർഷവും കൂടെ ഓടിക്കാം എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന്, നമുക്ക് KSRTCക്ക് യാത്രക്കാരുടെ സർവീസ് മാത്രമല്ല, ഇപ്പോൾ കൊറിയർ സർവീസുണ്ട്. എന്തുകൊണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ലോജിസ്റ്റിക്സ് ആരംഭിച്ചുകൂടാ എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ KSRTCയുമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം നിദാനമായിരിക്കുന്നത് നമ്മുടെ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഒരു നിസ്സാര കാര്യമല്ല. അവരുടെ വരുമാനത്തിൽ 12,000 രൂപ വർദ്ധിക്കും. അവരെ കുറച്ചുകൂടെ ശാക്തീകരിക്കും. അവരുടെ ഭക്ഷണക്രമങ്ങളിൽ, അവരുടെ വസ്ത്രത്തിലെല്ലാം അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. മരുന്ന് വാങ്ങാതെ ചുമച്ചുകൊണ്ട് നടക്കുന്ന ഈ മഴക്കാലത്ത് പണമില്ലാത്തതുകൊണ്ട് ഡോക്ടറെ കാണാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ ആശ്വാസങ്ങൾ കിട്ടും. എന്നെ ഇപ്പോൾ ആളുകൾ കളിയാക്കുന്നുണ്ട്. ഞാൻ ഒരിടത്ത് പറയുകയുണ്ടായി, ഇപ്പോൾ റേഷനരിയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ്, പ്രോട്ടീനൊന്നും കൊടുക്കുന്നില്ല. പ്രോട്ടീൻ റേഷൻ നമുക്കില്ല. നമുക്ക് ഉള്ളത് കാർബോഹൈഡ്രേറ്റ് റേഷനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രോട്ടീൻ റേഷൻ കൊടുക്കാൻ കഴിയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ടല്ലോ. കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നെങ്കിലുമൊക്കെ. അതുകൊണ്ട് അവർക്ക് 2,000 രൂപ 3,000 രൂപ കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് അത്തരം ഭക്ഷണങ്ങൾ കൂടി കൂടുതലുമായിട്ട് വാങ്ങിച്ച് കഴിക്കാൻ കഴിയുന്ന വലിയ പ്രോട്ടീൻ ഡെഫിസിറ്റ് നമ്മുടെ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിലുണ്ട്. പണമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇടത്തരക്കാരിൽ മുന്തിയ ഇടത്തരക്കാരോ ഒക്കെ കൂടുതൽ പ്രോട്ടീൻ കഴിച്ചിട്ട് അവർക്ക് ഒബിസിറ്റിയാണുള്ളതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അണ്ടർ വെയ്റ്റ് ആണ് പല കുട്ടികളും. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പണം കിട്ടും. എങ്കിലും മലബാറിൽ ഈ വണ്ടികളില്ല എന്ന പരിമിതിയുണ്ട്. വണ്ടികളില്ല എന്നല്ല, വണ്ടികൾ കുറവാണ് താരതമ്യേന. എന്തായാലും അതിനെയൊക്കെ തന്നെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ മൊത്തത്തിലുള്ള വണ്ടികളിൽ ഏതാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ ഒരു 4,700 5,000 വണ്ടികളിൽ 3,125 വണ്ടിയും ഓർഡിനറി വണ്ടിയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആഴ്ന്നിറങ്ങേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരണം. ഇത്തരത്തിലുള്ള റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് വണ്ടികളെക്കുറിച്ചുള്ള അറിവുള്ളവർ അത് പറഞ്ഞു തരണം. നമ്മുടെ ബോട്ട് ട്രാൻസ്പോർട്ട് ബോട്ടുകളും എൻ്റെ വകുപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് മലബാറിൽ കുറച്ച് ബോട്ടുകളുണ്ട്, ആലപ്പുഴയിലാണ് കൂടുതൽ ബോട്ടുകളുള്ളത്. ആ ബോട്ടിങ്ങിൻ്റെ കാര്യത്തിലും, അത് ടൂറിസത്തിൻ്റെ ബോട്ടിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ടിക്കറ്റ് എടുത്ത ബോട്ടിങ്ങാണ്. അവിടെയും നമുക്ക് വേണ്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദനങ്ങൾ നൽകുന്നു. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വളരെ ഗുരുതരവും വളരെ ആശങ്കാജനകവുമാണ് എന്ന് നമുക്കറിയാം. ലോക രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങളുടെ ഭാഗമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങേയറ്റം സ്ട്രെസ്ഡ് ആവുന്നു ഒരു ഭാഗത്ത്,
മറുഭാഗത്ത് പ്രവേശന പരീക്ഷകളൊക്കെ തകർത്ത് കളയുന്നു. ഇതൊന്നും അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയോ ഇറാൻ്റെയോ യുദ്ധം കൊണ്ടൊന്നും ഉണ്ടായതല്ല, നമ്മുടെ കെടുകാര്യസ്ഥതയാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് കെടുകാര്യസ്ഥതയുടെ പര്യായപദമായി BJPയുടെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയിട്ടുണ്ട്. ആ മന്ത്രി രാജിവെക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്നാൽ മറുഭാഗത്ത് അന്തർദേശീയമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് വിലക്കയറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡീസലിൻ്റെ വിലയുണ്ടാകുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് നോക്കുന്ന കമൻറ്റ് ബോക്സിലേക്ക് നോക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ നാട്ടിലെ ബസ് കൂടുതലിടണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജനകീയവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഇതിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് തരികയാണ്. ഒപ്പം തന്നെ KSRTCയുടെ ഭരണത്തെ വികേന്ദ്രീകരിക്കുക. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും അല്ല. നമ്മുടെ ഡിപ്പോകളിലൊക്കെ MLAമാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പോലെ PTA പോലെ സ്കൂളിൽ PTA പോലെ ഒരു കമ്മിറ്റി നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ കണ്ണൂരിലെ മേയറും കൂടിയായിരുന്നല്ലോ TO മോഹനൻ. അദ്ദേഹത്തിന് മുൻകൈ എടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് അവിടുത്തെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കി വെക്കുന്നതിനും അവിടുത്തെ പൊതു ഇരിപ്പിടങ്ങൾ വൃത്തിയാക്കാനും അവിടെയുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഗമനാഗമനങ്ങൾ നിയന്ത്രിക്കുന്നവരെ കാണാനും ഒക്കെയുള്ള അവസരമുണ്ടാകും. ഓരോ സ്ഥലത്തെയും കുറിച്ച് എടുത്ത് ഞാൻ പറയുന്നില്ല. അത് പാലുവയാണെങ്കിലും കരുനാഗപ്പള്ളിയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും അവിടെ ഒരു ഓണർഷിപ്പ് KSRTC ഡിപ്പോകൾക്കൊരു ഓണർഷിപ്പ് കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. ഞങ്ങളെല്ലാം നല്ല തിരക്കിലാണ്. ഇന്ന് രാത്രി വരെ പരിപാടികളുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഏതാണ്ട് പന്തൽ പണികളൊക്കെ തീർന്നു. നല്ല മഴയാണല്ലോ. അതുകൊണ്ട് കൃത്യം 8:30 മണിക്ക് ടിക്കറ്റ് കൊടുത്തു വിടണം. 8:30 മണി മുതൽ ബസ്സിൽ കയറുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടുക. അതുവരെ പഴയ സിസ്റ്റമാണ് തുടരുക. എന്തായാലും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐക്യജനാധിപത്യ മുന്നണി അതിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന ആ ചാരിതാർത്ഥ്യത്തോടു കൂടി എന്നെ മുന്നണി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.